ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദനയും വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 യോഹന്നാൻ 4:16 തൊട്ട് 21 വരെ. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞു വിശ്വസിച്ചിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാക്കുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നു. വിഷയം എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ സ്നേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഇതില് സ്നേഹിക്കപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല. ഒരിക്കലെങ്കിലും സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയിട്ടില്ലാത്തതായിട്ട് ആരും കാണത്തില്ല, അല്ലേ? അപ്പോ ഇത്ര വചനത്തിൽ 2 കാര്യം മാത്രം ഞാൻ പറയുന്നു. ഒന്ന്, ഉപാധികളില്ലാത്തൊരു സ്നേഹം. പിന്നൊന്ന്, രൂപപ്പെടുത്തുന്ന സ്നേഹം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ എല്ലാവരും മാരേജ് ആയിട്ടുള്ളവരാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഗുഡ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇതൊക്കെ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇവിടെ സിനി പറഞ്ഞു ദൈവത്തിന് സ്പൗസ് സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് തോന്നാൻ കാര്യം? അനീഷ് സിനി ഇല്ലേ, സിനിസ്റ്ററെ സ്നേഹിക്കുന്നില്ല എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. സ്നേഹിക്കുന്ന മീൻസ് അനീഷ് സിനിക്ക് വേണ്ട സ്നേഹം തരുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ തോന്നിയെന്നുണ്ടോ? വേറെ എന്തെങ്കിലും? ദൈവം നമ്മൾ സ്നേഹിച്ചത് എങ്ങനെ? കേരള അൺകണ്ടീഷണൽ ലവ് ആണല്ലേ? അതായത് ഒരു ഉപാധികളുമില്ല. എന്റെ കുറവുകള്, എന്റെ കുറ്റങ്ങള്, എന്റെ പോരായ്മകള് എല്ലാം മാറ്റി വെച്ചിട്ടാ ദൈവം നമ്മളെ സ്നേഹിച്ചല്ലേ, അല്ലേ? അപ്പൊ അങ്ങനെയാണോ തോന്നുന്നത് സിനിക്ക്? ആണോ? ദൈവത്തെ കമ്പയർ ചെയ്യല്ല. ഞാൻ ദൈവത്തെ കമ്പയർ ചെയ്തല്ല, ഞാൻ ചോദിച്ചതാ. കാര്യം ഇവിടെയുള്ള പലർക്കും അത് അങ്ങനെ അല്ലാന്ന് 2-3 പേരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണ്. ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് എന്റെ കുറവുകളും കുറ്റങ്ങളും എന്റെ പോരായ്മകളും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഓക്കെ, ഫൈൻ. ഓക്കെ, ദൈവം നമ്മളെ സ്നേഹിച്ചത് ഉപാധികളില്ലാതെ, അതായത് നമ്മളുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും നമ്മളുടെ പോരായ്മകളും മനസ്സിലാക്കിയിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചതില്ലേ? അതിനൊരു വില കൊടുത്തു സ്നേഹത്തിന്. ആരാ വില കൊടുത്തേ? ഇല്ലേ? അപ്പൊ നമ്മള് ആസ് എ പേരന്റ് ഇങ്ങനൊരു വിഷയത്തിന് നമുക്കറിയാം ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞാല് നമ്മളുടെ മക്കളെ ഇത് കണക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അവരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, അവരെ പാപത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ മക്കളെ വിടും? ഇല്ല. പക്ഷേ ദൈവം നോക്കി, ദൈവത്തിനകത്ത് മുന്നേ അറിയാമായിരുന്നു, അങ്കിലും ദൈവം വിട്ടു, ഇല്ലേ? ഓക്കെ, അതിന് ഫസ്റ്റിലത്തെ വചനം ആദ്യത്തെ വാക്യം വായിച്ചേ. ന്യായവിധി ദിവസത്തിൽ 16. ഇങ്ങനെ ദൈവത്തിന് സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അറിഞ്ഞിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചെന്ന് പറഞ്ഞു.
ദൈവം നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഇല്ലേ? നമ്മളത് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഉണ്ട്. കൊടുക്കണം. അവിശ്വസ്തരാണ്. വേറെ എന്തെങ്കിലും? എനി ഒപ്പീനിയൻ? എനി ഓപ്ഷൻ? നമ്മളെ തന്നെ ഒന്ന് നോക്കുക. ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവവചനം പറയുന്നു, നമ്മുടെ സ്നേഹം കണ്ടിട്ട് വേണം മറ്റുള്ളവരെ നമ്മൾ ദൈവത്തിന്റെ ഡിസൈപ്പിൾ ആണെന്ന് അറിയാനായിട്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വചനം വായിച്ചിട്ടുണ്ടാകും ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു വചനം വായിച്ചോ. ഇത് കൂടെ ഉള്ളൂ കേട്ടോ, റെഫറൻസ് ഇത് കൂടെ ഉള്ളൂ. യോഹന്നാൻ 13:34-35 വായിച്ചു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്നും എല്ലാവരും അറിയും. നമ്മൾ ദൈവത്തിന്റെ ഡിസൈപ്പിൾ എന്ന് നമ്മൾ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയണമെങ്കിൽ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞല്ല, ദൈവം പറഞ്ഞല്ല. നമ്മളങ്ങനെയാണ്. നമ്മള് ദൈവത്തോട് കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടത്ത് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ടാണോ മറ്റുള്ളവർ നമ്മളെ പറയുന്നത്? ഇവൻ നമ്മൾ ഡ്രസ്സ് കണ്ടിട്ടല്ല പറയേണ്ടത്. ഇപ്പൊ ഒരു വെള്ളയും അല്ലെങ്കിൽ ബ്ലാക്കും വെള്ളയും ഇട്ട് പോകുമ്പോ അല്ല അവൻ ദൈവത്തിന്റെ ഡിസൈപ്പിൾ ആണെന്ന് പറയേണ്ടത്. നമ്മുടെ സ്വഭാവം കണ്ടിട്ടാ പറയേണ്ടത്. ദൈവവചനം പറയുക. സോ ഇതൊന്ന് ഹൃദയത്തിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക. നമ്മള് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, അതായത് എങ്ങനെ സ്നേഹിക്കുന്നതാണ്? അവരെ കുറവുകൾ അറിഞ്ഞ്, അവരുടെ പോരായ്മകൾ അറിഞ്ഞ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് വേണം മറ്റുള്ളവരെ പറയാൻ ഇവൻ ദൈവത്തിന്റെ ഓക്കെ. ദൈവത്തിന്റെ ഉപാധികളില്ലാത്ത സ്നേഹം, അത് നമ്മള് ഈ സ്നേഹത്തിന് വേറൊരു പ്രശ്നങ്ങളുണ്ട്. ഈ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി, സ്നേഹിക്കപ്പെടുന്ന വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും സ്നേഹിക്കുന്ന ആൾക്കാർ കുറവായിട്ട് തോന്നാറുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മുടെ ദൈവത്തിന് നമ്മൾക്ക് എന്തെങ്കിലും സ്നേഹത്തിന് കുറവുണ്ടോ? നമ്മളുടെ എന്ത് ആവശ്യങ്ങളായിട്ട് ചെന്ന് വന്നാലും ദൈവം നമുക്കതിന് മറുപടി തരുന്നില്ലേ? നമ്മുടെ സമയത്തല്ലെങ്കിൽ പോലും ദൈവത്തിന് അതിൻ്റെതായിട്ടൊരു സമയമുണ്ട്. നമ്മളത് വിശ്വസിച്ചാണോ ദൈവത്തിനടുത്ത് ചെല്ലുന്നത്? ദൈവം നമുക്ക് തരുന്നില്ലേ? എനിക്ക് തരുന്നുണ്ട്. നമ്മൾ ആരെ സ്നേഹിച്ചാലും ഉപാധികളില്ലാതെ സ്നേഹിക്കും. അതിനൊരു വലിയ മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? സ്വന്തം മകനെ നമുക്ക് ഈ പാപിയായ എന്നെ വീണ്ടെടുത്തിട്ട് ദൈവത്തിന് എന്താ കാര്യം? ഞാൻ ചോദിക്കട്ടെ, ദൈവം ഇപ്പം സ്വന്തം മകനെ ഇങ്ങോട്ട് അയച്ചില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സ്ഥാനമല്ലോ പോകില്ല. അവിടെയാണ് ദൈവം നമ്മുടെ അടുത്ത് കാണിച്ച ഉപാധികളില്ലാത്ത ആ സ്നേഹം. നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാക്കിയിട്ട് ദൈവം നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം മകനെ അയച്ചു. അവനത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു അല്ലേ? അത് നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ വീണ്ടെടുക്കാൻ സ്വന്തം രക്തമാണ് കൊടുത്തത്. എവിടെയോ കിടന്ന് നമുക്ക് വേണ്ടി അറിയാത്ത, അതായത് ആ സമയത്തുള്ള ആളുകൾക്ക് വേണ്ടിയില്ല, ലോകാവസാനം വരെ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ? അതായത് എനിക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇനി അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാ ദൈവം. അതാണ് ഉപാധികളില്ലാത്ത സ്നേഹം. ഈ സ്നേഹം ഒന്ന് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്ന് അറിയാം? നമുക്കൊരു രൂപാന്തരം സംഭവിക്കും ഇല്ലേ? ഇതൊന്ന് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ. പക്ഷെ അകത്ത് കയറണം. ഇതകത്ത് കയറണമെങ്കിൽ നമ്മൾ ഈ അകത്തുള്ള കുറച്ച് ചിന്തകളൊക്കെ ഇല്ലേ, ഹൃദയത്തിന്റെ ഏറ്റവും താഴെ കിടക്കണം. ഏറ്റവും താഴെ, മേളൊന്നുമില്ല, ഏറ്റവും താഴെ ചെറിയ പൊടികളുണ്ട്, ചെറിയ പൊടികളുണ്ട്. അതൊക്കെ മാറ്റണം. മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇതകത്ത് ചെന്നാൽ ഇത് നമ്മളെ രൂപാന്തരപ്പെടും. ഇതെങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നത് അറിയോ? അതെ, വായിച്ചു.
ഞാനിപ്പോ വായിച്ചതില് ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു, കൂട്ടുകാരനെ സ്നേഹിക്കുന്നവന് കള്ളം പറയും, അങ്ങനെ എന്തോ പറഞ്ഞിരുന്നല്ലോ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും യെസ്, തന്റെ സഹോദരനെ പകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ഇന്ന് സിജോ ബ്രദർ ഒരു കാര്യം പറഞ്ഞു, കറക്റ്റായിട്ട് ഒരു നാണയത്തിന്റെ 2 വശമാണ് പറഞ്ഞത്. ഇതേപോലെയാണ് സ്നേഹവും ഇത് നമ്മളെ സ്നേഹിക്കുന്നതും ദൈവസ്നേഹവും തമ്മിൽ. ഇപ്പൊ നമ്മൾ പറയാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, പക്ഷെ ഞാൻ എന്റെ സഹോദരനെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു നാണയത്തിന് 2 വശം, രണ്ടും രണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സഹോദരനെ സ്നേഹിച്ചിരിക്കണം. അതൊരു കണ്ടീഷനാ. ഇല്ലെങ്കിൽ നീ ഒരിക്കലും പറയരുത് നീ ദൈവത്തെ സ്നേഹിക്കുന്നു, നീ ഒരിക്കലും പറയരുത്. നമ്മള് ഒരിക്കലെങ്കിലും നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് ഒരു ശക്കല ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല? തോന്നിയിട്ടുണ്ടല്ലേ? നമ്മുടെ സഹോദരൻ ഉദ്ദേശിച്ചത് നമ്മൾ വേറെ ആരെ കൂട്ടുണ്ട്, നമ്മള് കൂട്ടായ്മയുള്ളവരെ എടുത്തവരേക്ക് ഇല്ലേ? ഓണസ്റ്റ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട് വല്ലപ്പോഴും. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അവിടെ ചില പെരുമാറ്റങ്ങൾ, ഈ ചില പെരുമാറ്റങ്ങൾ വന്നപ്പോ എനിക്ക് എവിടെ പോയെന്നറിയോ? ഉപാധികളായിട്ടല്ല ഞാൻ സ്നേഹിച്ച എന്റെ സഹോദരനെ. ഞാൻ എന്റെ കുറച്ച് അന്നേ നടക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ ഞാൻ അവനെ സ്നേഹിച്ചത്. അതേസമയം അൺകണ്ടീഷണൽ ലവ് ആയിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പറയുന്ന പോലെ അവനെ ഇത് പറയാറില്ല. പറയോ? അപ്പം നമ്മുടെ മനസ്സില് സ്നേഹം കയറിയിട്ട് രൂപാന്തരം വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോവാ, സോറി. എനിക്കങ്ങനെ തോന്നുക. കാര്യം ഈ വചനം എന്റെ അടുത്ത് കൂടെ സംസാരിക്കുന്നത്, നിങ്ങളുടെ മാത്രമല്ല. ഇതിപ്പോ ഇങ്ങനൊരു ഞാനൊരു പല പ്രാവശ്യം ചിന്തിച്ചു ഇത് പറയണോന്ന് പല പ്രാവശ്യം. എനിക്ക് വേറെ ദൈവം തന്നില്ല, എനിക്കിത് മാത്രമേ തരുന്നുള്ളൂ. എപ്പോ ചോദിച്ചാലും ഓക്കെ ഇതിനെ കുറിച്ച് പറയാം, ഇതിനെ കുറിച്ച് പറയാനാണ് പറയുന്നത്. സോ ദൈവത്തിന്റെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് അകത്ത് ചെന്നാല് നമുക്ക് രൂപാന്തരം പ്രാപിക്കും. എത്ര കഠിനമായ മനുഷ്യനാണെങ്കിലും ശരി, മാറത്തില്ല മാറ്റപ്പെടത്തില്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും ശരി, ഇതൊന്ന് അകത്ത് ചെന്ന് കഴിഞ്ഞാല് അതൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും. ഇല്ലേ? വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും നമുക്ക്. ഞാനും ഇതോടെ കുറച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച ഫസ്റ്റാണോ പറഞ്ഞത് അറിയില്ല. ഞാൻ ഈ ആദ്യം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടു, വേറെ ആരും പറഞ്ഞു എനിക്കറിയാം ഫസ്റ്റായിരിക്കും. നമ്മളടുത്ത് ഒരു ദൈവദാസന ആരെങ്കിലും ഒരാൾ വന്ന് ഫസ്റ്റ് ടൈം ദൈവത്തെ കുറിച്ച് പറഞ്ഞ് സ്ഥാനപ്പെടാൻ പറഞ്ഞിട്ട് സ്ഥാനപ്പെടാറില്ല. അല്ലേ? നമ്മള് പല പ്രാവശ്യം പറഞ്ഞു, പല പ്രാവശ്യം ചെയ്തു, പല പല കാര്യങ്ങൾ ചെയ്ത് സീസൺഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ആ സീസൺഡ് ആവാനുള്ള സമയമാണ് നമ്മുടെ ഹൃദയത്തിന് കൊടുത്തത്. അല്ലേ? ഹൃദയത്തിന്റെ ഉള്ളിൽ വചനം ചെന്നപ്പോ നമ്മൾ തീരുമാനം. അല്ലേ? ഞാനല്ലേ? അതേപോലെ നമ്മള് ഇത് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈ സ്നേഹം, ദൈവസ്നേഹം, സ്നേഹമൊന്നുമല്ല ദൈവസ്നേഹം, നമ്മൾ പരസ്പരം എന്ത് പറയുന്നത്, പരസ്പരം ഊട്ടി ഉറപ്പിക്കാന്നൊക്കെ പറയുന്നില്ലേ? അതെപ്പോഴാണെന്ന് അറിയാമോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, അത് പോട്ടെ. നമ്മൾ എന്തിനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി വരുന്നറിയോ? എന്തിനാ? ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചതേ ഉള്ളൂ കേട്ടോ. കാര്യം ഇവരെയൊക്കെ മൗനം കണ്ടിട്ട് എനിക്ക് തോന്നിപ്പോയി കൂട്ടായ്മയ്ക്ക് വരുന്നത് എന്തിനാന്ന് ഞാൻ ചോദിച്ചോ. എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു.
നമ്മളുടെ ഈ സാക്ഷ്യങ്ങളുണ്ടല്ലോ, ദൈവം നമുക്ക് തന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങള് നമ്മളിവിടെ സാക്ഷ്യം പറയുന്ന സമയത്ത് തീർച്ചയായും ദൈവം സന്തോഷിക്കണം. അതിലുപരി നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു യെസ്, അത് ഭയങ്കര വലുതാണ്. ആ ഒരു ഇമ്പാക്ട് വലുതാണ്. നമ്മൾ കൂട്ടായ്മയായിട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൂട്ടായ്മയായിട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഇവിടെ പറഞ്ഞ കണക്ക് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളെ സ്നേഹിക്കുന്നതിന്, അതായത് നമ്മൾ പറയുന്ന വേർഡ്സ് ഉണ്ടല്ലോ, ഇത് അവർക്ക് കൂടുതൽ പ്രചോദനം കൊടുക്കുക ചെയ്യുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലേ? എങ്ങനെ സ്നേഹിക്കാൻ? അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ. അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അകത്ത് രൂപാന്തരം വരും. നമ്മുടെ അകത്ത് രൂപാന്തരം വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത്. ആ ഓരോ സാക്ഷ്യങ്ങളും നമുക്കത് വളരെ ലഘുവായിട്ട് തോന്നുന്നുണ്ട്. പലരും അത് ദൈവസ്നേഹത്തെ കുറിച്ചുള്ള രൂപാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ, അല്ലേ? അങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം എന്താണെന്നറിയാം? നമ്മളെ മറ്റുള്ളവരോടുള്ള ഇടപഴകലില്ലേ, അതാണ് ഏറ്റവും വലിയ തെളിവ്. അതിനാണ് നമ്മൾ മുമ്പേ വായിച്ചത്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ വചനം തന്നെ പറയുന്നത് വലിയ കഥമാണ്, അല്ലേ? അല്ലേ? അത് കാരണം നമ്മളുടെ ഇടപെടലുകൾ, ഓക്കെ, യെസ്, അതല്ല ഞാൻ ഉദ്ദേശിച്ച് വേറെ അതിനകത്തൊരു യായും കൂടെ വരുന്നുണ്ട്. അതെ, അതിൽ നിന്നാണ് വേറെ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത, സോറി, ഇടപെടലുകൾക്ക്. ഓക്കെ, അതിൽ നിന്ന് വേണം മറ്റുള്ളവരെ തിരിച്ചറിയാനായിട്ട് ഇവൻ ദൈവത്തിന്റെ ഡിസൈപ്പിൾ, ഇവൻ ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്ക് തരുന്നത്, അൺകണ്ടീഷണൽ ലവ് തരുന്നത്. ഇവന് രൂപാന്തരം പ്രാപിച്ചു. ഇതൊക്കെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയണമെങ്കിൽ ആദ്യം നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് ഉപാധികളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് രൂപാന്തരം വന്നിട്ട് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയും. നമ്മൾ മുമ്പേ വായിച്ച വചനത്തിൽ എന്താ പറഞ്ഞു? അവിടെ പോയോ? മറന്നുപോയി. യോഹന്നാൻ 13:34-35 വാക്യം. നമുക്ക് തമ്മിൽ സ്നേഹം ഉണ്ടായിരിക്കണം. ഇത് ദൈവവചനം പറയുന്നത്. വചനം പറയുന്നു തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്നാൽ, ഇല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ദൈവത്തിന്റെ ശിഷ്യനാണെന്ന്? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും മാറ്റം മുമ്പേ പറഞ്ഞത് കേട്ടോ? അതേ കണക്ക് നമ്മളുടെ ഹൃദയത്തില് മറ്റുള്ളവരടുത്ത് വെറുപ്പോ ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ദൈവം തരുന്ന ഒരു വാണിംഗ് ആണ്. നീയും ദൈവമായിട്ടുള്ള ബന്ധം ശരിയായ രീതിയിലാണോ പോകുന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ഓരോ വാണിങ്സ് ആണ്. എനിക്കിപ്പം പാസ്റ്റർക്ക് ധൈര്യമായിട്ട് പറയാം, പാസ്റ്റർക്ക് ദേഷ്യമുള്ള ദേഷ്യം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഇത് ഇങ്ങനൊരു കാര്യം വരുമ്പോഴേ നമ്മൾ ആലോചിച്ചോണം, എനിക്ക് ദൈവം തരുന്ന ഒരു വാണിംഗ് ആണ്, ഞാൻ ദൈവത്തിന്റെ ഡിസൈപ്പിൾ ആണോ എന്ന് എന്നെ തന്നെ ശോധന ചെയ്യാനായിട്ട് ദൈവം തരുന്ന ഒരു വാണിംഗ് ആണ്. അതേ കണക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ ചിന്തിച്ചോണം,
ഒരു ചെറിയ ചിന്ത മനസ്സിൽ വന്ന് അപ്പോഴേ വിചാരിച്ചു, അപ്പോഴേ നമ്മൾ ചിന്തിച്ചോണം, ഇത് ദൈവം തരുന്ന ഒരു ചെറിയൊരു വാണിംഗ് ആണ്, അല്ലേ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തുക, ദൈവം നമ്മൾ ശിക്ഷിക്കത്തില്ല. പക്ഷെ എന്റെ ഒരു തിരിച്ചറിവ്, എന്റെ മോൻ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അവൻ അടിച്ചു വയ്ക്കത്തില്ല, അല്ലെങ്കിൽ വഴക്ക് പറയത്തില്ല. അങ്ങനെ അതിനേക്കാളും നോക്കി, അതിനേക്കാളും സ്വന്തം മകന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് നമ്മളൊരു ശിക്ഷ ചെയ്താല് ദൈവം നമ്മളെ ശിക്ഷിക്കില്ലേ? തരുമല്ലോ. സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം. ഞാനൊരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ, അല്ലേ? അങ്ങനെ എതിരഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് മാത്രം കാര്യം ഞാൻ എന്റെ മനസ്സിൽ വെച്ചേക്കുന്ന അതാ, അതിൽ തെറ്റുണ്ടെന്നെങ്കിൽ പറയണേ. അതേപോലെ ഈ സ്നേഹം എന്ന് പറയുന്നത് അതൊരു വികാരമല്ല, ആണോ? വികാരത്തിന്റെ പ്രത്യേകത എന്താ? യെസ്, അല്ലേ? സ്നേഹം ഒരു വികാരമല്ല, അതൊരു പ്രവൃത്തിയാണ്. നമ്മളുടെ മനസ്സിന്റെ ഏറ്റവും താഴേന്ന് വരേണ്ട ഒരു പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയുടെ കാര്യം ഗുണം എന്താണെന്നറിയോ? ഇത് വന്നു പോയി നിൽക്കുന്നില്ല, അതൊരു യെസ്, ശരിയല്ല? എല്ലാരും വളരെ ഭൂമിയായിട്ടിരിക്കുന്നു. എനിക്ക് തന്നെ ഒരു വിഷമം. ഞാൻ വളരെ പറയുന്നത്, സ്നേഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എല്ലാവരും വളരെ മൗനമായിരിക്കുന്ന കാണുമ്പോൾ എനിക്കിന്നൊരു വിഷമം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്റെ അടുത്ത് ദൈവം സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവം എന്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങളാ. ഓക്കെ, നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കുകൾ മാത്രമാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട്. അത് നിങ്ങളിലും അത് ക്രിയ ചെയ്യണം, നമ്മളിൽ ചെയ്യണം. നമ്മളൊരു കൂട്ടമായിട്ട് വരുമ്പോൾ നമ്മളെ നോക്കി മറ്റുള്ളവർ പറയണം, ഇവൻ ദൈവത്തിന്റെ ഡിസൈപ്പിൾ ആണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. അവിടാണ് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, യൂണിറ്റി കാണിക്കുന്നത് നമ്മളുടെ. നമ്മളുടെ സ്നേഹത്തിനായിട്ട് നമ്മൾ ആരെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്? ആരെയാ നമ്മൾക്ക് സ്നേഹത്തിനായിട്ട് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്ന ആരെയാ? കേട്ടില്ല? നമ്മുടെ സ്പൗസിനെയാണോ? നമ്മുടെ മക്കളെയാണോ? നമ്മുടെ മാതാപിതാക്കളെയാണോ? ആരെയാ? നിങ്ങൾ ഫാമിലി ആയിട്ട് ഭയങ്കര ഒരു ഇതായിട്ട് വന്നിരിക്കാറില്ല, എല്ലാത്തിനും തിരിച്ച് മറുപടി പറയാനായിട്ട്. ഇവരൊക്കെ നമ്മളെ പരിചയപ്പെടും, എല്ലാവരും നമ്മളെ പരിചയപ്പെടും. അപ്പോഴൊക്കെ നമുക്ക് നോക്കാനായിട്ട് ഒരാളെ അൺകണ്ടീഷണലായിട്ട് നമ്മളെ സ്നേഹിക്കാൻ, ആ ദൈവ സ്നേഹം തിരിച്ചറിഞ്ഞില്ലാന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ആ സ്നേഹം ഉള്ളിൽ വന്ന് ഒരു പരിവർത്തനം സംഭവിച്ചവരായി നമ്മൾ ഓരോരുത്തരും ആ ഒരു മാറ്റം നമുക്ക് എല്ലാവരിലും കാണണം. ഇപ്പൊ ഈ പറഞ്ഞത് എല്ലാവരും ചിരിച്ചു കളിച്ചു കളയാതെ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വളരെ കഠിനമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, പരസ്പരം സ്നേഹിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. അതും അൺകണ്ടീഷണലായിട്ട്, അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹമാണ് നിലനിൽക്കുന്നത്. കാര്യം അതിന് പരിമിതികളെ ആരും നോക്കുന്നില്ല, എന്റെ കുറവുകളെ ആരും നോക്കുന്നില്ല, എന്റെ ബുദ്ധിമുട്ടുകളെ ആരും നോക്കുന്നില്ല.
സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും അതൊന്നും എനിക്ക് അവരെ സ്നേഹിക്കാൻ ഒരു തടസ്സമല്ല. ഈ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം. ഈ ഒരു ബോധ്യം അകത്ത് വന്നാൽ നമുക്ക് രൂപാന്തരം പ്രാപിക്കും. രൂപാന്തരം പ്രാപിച്ചാൽ നമ്മളെ കാണുന്നവർ സാക്ഷ്യം പറയും, ഇവൻ ദൈവത്തിന്റെ ഡിസൈപ്പിൾ. ഇങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം.